നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഹോം ലോണും പേഴ്സണൽ ലോണും കാർ ലോണും ഒക്കെ ഉണ്ടല്ലേ. ഈ ലോണുകളുടെ ഇൻട്രസ്റ്റിൽ ചില സമയങ്ങളിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുന്ന കാണാം. ഒന്നെങ്കിൽ കൂടുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ കുറയുന്നതായിട്ട് കാണാം. അത് ലോണിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മളുടെ FD നിക്ഷേപങ്ങളിലും സേവിങ്സിലും ഒക്കെ ഈ ഇൻട്രസ്റ്റിന് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. എന്താണ് അതിൻ്റെ ബിഹൈൻഡിലുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? റെപ്പോ റേറ്റ് ആണ്. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അഞ്ജന സ്റ്റോക്ക് പീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ആക്ച്വലി എന്താണ് റെപ്പോ റേറ്റ്? റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI, അതർ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് HDFC, ICICI, SBI പോലുള്ള അതർ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അവർക്ക് ഷോർട്ട് ടേമിൽ എന്തെങ്കിലും ഫണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ പണം കൊടുക്കുകയും ആ പണത്തിനൊരു പലിശ ഈടാക്കുകയും ചെയ്യും. ആ ഇൻട്രസ്റ്റിനെയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് അടയ്ക്കണം അല്ലേ. അതേപോലെ ഈ ബാങ്കുകൾക്ക് RBIക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനെയാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഷോർട്ട് ടേം ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരുമ്പോഴാണ് അവർ RBIനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ടേജ് വരുമ്പം RBI അവർക്ക് പണം കൊടുക്കുകയും ഈ ബോറോയിങ്ങിന് ഒരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും. ഈ ബാങ്കുകൾ എന്താണ് ഈ പണം ഉപയോഗിച്ച് ചെയ്യുന്നത്? അവരത് കസ്റ്റമേഴ്സിന് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ലോൺ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് സേവിങ്സിന് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണോ നമുക്ക് തരുന്നത്. എങ്ങനെയാണ് അത് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? RBI റെപ്പോ റേറ്റ് കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മുടെ ലോണിൻ്റെ റേറ്റും കൂടും. ലോണിൻ്റെ റേറ്റ് കൂടിയാൽ എന്താണ്? അത് കൂടുതൽ എക്സ്പെൻസ് ആണ് നമുക്ക് വരുന്നതല്ലേ. ലോണിൻ്റെ റേറ്റ് കൂടിയാൽ ഇപ്പോൾ EMI ഹോം ലോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോം ലോൺ കൂടും, നമ്മുടെ എക്സ്പെൻസ് കൂടും, EMIs എല്ലാം തന്നെ അപ്പാവും. ഇനി FDയുടെ കാര്യം എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സേവിങ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ റെപ്പോ റേറ്റ് കൂടിയാൽ FDയുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും. റെപ്പോ റേറ്റ് കുറയുകയാണെങ്കിലോ ഇൻട്രസ്റ്റ് റേറ്റ് അതിനനുസരിച്ച് ഡ്രോപ്പ് ആകും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റെപ്പോ റേറ്റ് കൂടുകയാണെന്ന് പറയുന്നത് ലെസ് ലിക്വിഡിറ്റിയാണ് കാണിക്കുന്നത്. അതായത് മാർക്കറ്റിലും ക്യാഷിൻ്റെ ഒരു ഷോർട്ടേജ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസസിന് ഒരു ഡിക്ലൈൻ ആണ് സംഭവിക്കുന്നത്. ഇനി റെപ്പോ റേറ്റ് കുറയാന്ന് പറഞ്ഞാലോ ഹൈ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? മേലോട്ട് പോകാനുള്ള റൈസ് ചെയ്യാനുള്ളൊരു പുഷാണ് റെപ്പോ റേറ്റ് കുറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ റെപ്പോ റേറ്റ് ഇത് മാത്രമല്ല, നമ്മുടെ ഇൻഫ്ലേഷനെയും ബാധിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇത് ഇൻഫ്ലേഷനെ ബാധിക്കുക? റെപ്പോ റേറ്റ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ എന്താകും? കുറയും. റെപ്പോ റേറ്റ് കുറയുമ്പോഴോ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്നാണോ? ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു, റെപ്പോ റേറ്റ് കൂടിയാൽ എന്ത് പറ്റും? ഹോം ലോൺ, ഈ ലോണുകളുടെ ഇൻട്രസ്റ്റ് കൂടുകയാണ്. അപ്പോൾ റെപ്പോ റേറ്റ് കൂടുമ്പം നമുക്ക് ലോൺ എടുക്കാനുള്ളൊരു ടെൻഡൻസി കുറയും. കൂടാതെ റെപ്പോ റേറ്റ് കൂടുമ്പോൾ എന്ത് പറ്റും? FD അതേപോലെ സേവിങ്സ് കാര്യങ്ങളുടെ എല്ലാം ഇൻട്രസ്റ്റ് കൂടും. അതായത് നമുക്ക് സ്പെൻഡിങ് കുറയുകയും സേവിങ് കൂടുകയാണ് റെപ്പോ റേറ്റ് കൂടുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനിൽ ഒരു കൺട്രോൾ ഉണ്ടാകും. ഇനി റെപ്പോ റേറ്റ് കുറഞ്ഞാലോ? റെപ്പോ റേറ്റ് കുറയുമ്പോൾ എല്ലാം ചീപ്പറാവുകയാണ്, ലോണുകളെല്ലാം ചീപ്പറാകും. അപ്പം ആൾക്കാർക്ക് ലോൺ എടുക്കാനുള്ളൊരു ടെൻഡൻസി അങ്ങോട്ടായിരിക്കും അട്രാക്ഷൻ. ലോൺ എടുക്കാനുള്ളൊരു ടെൻഡൻസി കൂടും. അതേപോലെ സേവിങ്സിനൊക്കെ ഇൻട്രസ്റ്റ് കുറയുമ്പം നിക്ഷേപിക്കാനുള്ളൊരു താല്പര്യവും കുറയും, നിക്ഷേപം കുറയും. സേവിങ്സ് കുറയുകയും സ്പെൻഡിങ് കൂടുതലാവുകയും ചെയ്യും. ഈ സ്പെൻഡിങ് നമ്മുടെ ഇക്കണോമിനെ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കും. ഇങ്ങനെയാണ് ഇത് ഇൻഫ്ലേഷനെ സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോവിഡ് വന്നത് 2020-ലാണല്ലേ. 2020 RBI എന്ത് ചെയ്തു? റെപ്പോ റേറ്റ് 4% കുറച്ചു.
അതായത് വളരെ ചീപ്പറാണ്. നമ്മുടെ ഹിസ്റ്ററി തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് 2020 ഒന്ന് വരുന്നത്. അപ്പോൾ റെപ്പോ റേറ്റ് കുറഞ്ഞതിനനുസരിച്ച് ലോണുകൾ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി. അതായത് ഹോം ലോണിലും കാർ ലോണിലൊക്കെ ഒരു ബൂമാണ് ആ 2020 സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ വലിയ റേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് എന്ത് ചെയ്തു? 2022, 2023 കാലമായപ്പോൾ RBI റെപ്പോ റേറ്റ് കൂട്ടാനായിട്ട് തുടങ്ങി. 4% എന്നുള്ളത് 2023 മിഡോടെ 6.5% എന്നുള്ളതായി. അതുകൊണ്ട് തന്നെ EMI എല്ലാം കൂടി ഇൻഫ്ലേഷൻ കൺട്രോളിലായി. റീസെൻറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 2024, 2025 അതായത് April 9, 2025 RBI എന്ത് ചെയ്തിരുന്നു? റെപ്പോ റേറ്റ് കുറച്ചിരുന്നു. അതുകൊണ്ട് ഫിനാൻഷ്യൽ സെക്ടറിൽ നമുക്ക് ചെറിയൊരു റൈസ് കാണാനായിട്ട് പറ്റി. നമുക്ക് ഇൻഫ്ലേഷനെയും കൺട്രോൾ ചെയ്യണം, ഇക്കണോമിക് ഗ്രോത്തിനെയും ബാലൻസ് ചെയ്യണം. നമുക്കപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളെന്ന്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ടേം മാത്രമല്ല. റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഇക്കണോമിക് ടൂളാണ്. നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എപ്പോഴാണ് സേവ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ബോറോ ചെയ്യേണ്ടത്, എപ്പോഴാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫിനാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എല്ലാം റെപ്പോ റേറ്റ് കൂടുന്ന സമയത്ത്, അതായത് എന്താണ് സംഭവിക്കുന്നത്? റെപ്പോ റേറ്റ് കൂടുമ്പോൾ സ്റ്റോക്ക് പ്രൈസസിൽ ഡിക്ലൈൻ ഉണ്ടാവും. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അപ്പം അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ സമയത്ത് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിയിരിക്കാം. നല്ല ഫിനാൻഷ്യൽ സെക്ടേഴ്സിലെ സ്റ്റോക്കുകൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ റെപ്പോ റേറ്റ് എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ സ്വാധീനിക്കുന്നത് എന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.